അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ അലാ ആലിഹി വസ്സഹ്ബിഹി വസല്ലം. കഴിഞ്ഞ ആഴ്ച ക്ലിനിക്കിൽ വന്ന ഒരു സഹോദരൻ്റെ കഥ പറയുകയാണെങ്കിൽ, അയാളുടെ കിഡ്നി പോയി ഡയാലിസിസ് ചെയ്യാണ്. ഭാര്യ കിഡ്നി കൊടുത്ത് കുറച്ച് കഴിയുമ്പം ആ കിഡ്നി കേടുവന്ന് പിന്നെ അയാൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് ഈ മെസ്സേജുകൾ ആളുകളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിന് വലിയൊരു സംഗതി ഉണ്ടാവില്ല. ഇപ്പോൾ അതിൻ്റെ മുമ്പ് വന്ന ഒരു കുട്ടിയുടെ കഥ ഉണ്ട്. 7 വയസ്സായ ഒരു കുട്ടി നമ്മളെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ടാവും. ഷിറാഖാനെയും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അവർ. അത് ജനിക്കുമ്പോൾ അവർക്കൊന്നും ഉണ്ടായില്ല. 7 വയസ്സായപ്പോൾ ആ കുട്ടിക്ക് ഓർമ്മയില്ല എന്നുള്ളത്. ഒക്കെ ചോദിച്ചാൽ കണ്ണുക്ക് ഇങ്ങനെ നോക്കും. ഒന്നുമില്ലെങ്കിൽ ആ കുട്ടിക്ക് എവിടെ കൊണ്ടുപോയിട്ട് ഈ കുട്ടിക്ക് അസുഖം മാറുമെന്നാണ് ചോദിച്ചുകൊണ്ട്. ഇങ്ങനെ നിരന്തരമായിട്ട് നമ്മളെ ക്ലിനിക്കുകളിലും നമ്മളെ സെൻറ്ററിലും വന്നുകൊണ്ടിരിക്കുന്ന ഈ രോഗികളെക്കുറിച്ച് പഠിച്ചാൽ തന്നെ പറയാൻ നമുക്ക് ഇഷ്ടം പോലെ കേസുകളുണ്ടാവും. നേരത്തെ ഉബൈദ് പറഞ്ഞ മാതിരി ഒരു 60 രോഗികൾ ക്ലിനിക്കിലും അതിലേറെ രോഗികൾ മരുന്ന് വാങ്ങാനും കൂടി നമ്മളെ സെൻറ്ററിൽ വരുമ്പോൾ, ബിസ്മിയുടെ മെഡിക്കൽ സെൻറ്ററിൽ വരുമ്പോൾ ഒരു ക്യാൻസർ രോഗിയായിരിക്കും, അല്ലെങ്കിൽ കിഡ്നി രോഗിയായിരിക്കും, അല്ലെങ്കിൽ ഹാർട്ടിന് അസുഖമുള്ളവരായിരിക്കും. ഇതുമല്ലാതെ കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ അവിടെ ആ ചാടി കളിക്കുന്ന കുട്ടീനുമാതിരി ഒരു ചെറിയ കുട്ടീനെ കണ്ടു. ഉപ്പില്ലാത്ത കുട്ടിയാണ് അതെന്ന് തോന്നുന്നുണ്ട്. ഒരു സ്ഥലത്ത് നിർത്തി ആ കുട്ടി അങ്ങോട്ട് ചാടും, അത് കഴിഞ്ഞാൽ കുറച്ച് തന്നെ ഇങ്ങോട്ട് ചാടും. ചിലർ നമ്മളെ ഭാഷയിൽ പറഞ്ഞ നിക്കപ്പുറതി ഇല്ലാത്ത ഒരസുഖമാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞാൽ ADHS എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എല്ലാവരും ഫാമിലിയിൽ 1-2 ആൾക്കാരൊക്കെ അത് ഉണ്ടാവും എന്നുള്ളതാണ്. ഇങ്ങനെ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. എന്താണ് ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുക. വേറൊരു കേസ് കഴിഞ്ഞ ആഴ്ച വന്നതെന്ന് വെച്ചാൽ, കമ്പി കൈ മുറിഞ്ഞിട്ട് അത് വിധവയാണെന്ന് തോന്നുന്നുണ്ട്, അല്ലേ? വിധവയാണെന്ന് തോന്നുന്നുണ്ട്. കൈ പൊട്ടിയപ്പോൾ കമ്പിട്ട് ഈ കമ്പി എടുക്കണമെങ്കിൽ പൈസ ഉണ്ടാവും. കമ്പിയാണെങ്കിൽ ചില കമ്പി എടുക്കും വേണം, ചില കമ്പി എടുക്കും വേണം. അപ്പോൾ നമുക്കൊരു ഡോക്ടറെ വിളിച്ച് പറഞ്ഞാൽ അയാൾ എന്തെങ്കിലും ഒന്ന് കുറച്ച് കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ സന്തോഷം. വേറൊരാൾക്ക് തലച്ചോറിൽ മുഴയുണ്ടോ മുഴയില്ല എന്ന് അറിയണമെങ്കിൽ MRI സ്കാൻ എടുക്കണം. അപ്പോൾ അതിന് പൈസ വേണം. ജീവിക്കാൻ തന്നെ പൈസ ഇല്ല വെച്ചാൽ, വാടക കൊടുക്കാൻ തന്നെ പൈസ ഇല്ല, പിന്നെ ഭക്ഷണത്തിന് പൈസ ഇല്ല, പിന്നെ കുട്ടികളെ ചികിത്സക്കും സ്കൂളിൽ പോകാനും പൈസ. ഈ സമയത്ത് പിന്നെ എവിടെ MRI സ്കാൻ എടുക്കാനും? അപ്പോൾ ഇതിപ്പോൾ ഇത് തുടരൊന്നുമില്ലല്ലോ, അല്ല ഇത് നിൽക്കൂലല്ലോ, ഇത് തുടർന്നു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ബിസ്മി ഉണ്ടെങ്കിൽ ബിസ്മിയിൽ വരും, ബിസ്മി ഇല്ലെങ്കിൽ അവർ വേറെ ദുനിയാവിൽ വേറെ എവിടെയെങ്കിലും പോകും. പക്ഷേ ഈ വരുന്നത് നമുക്കുള്ള ഗുണത്തിനാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ഓരോരുത്തരെ കാണുമ്പോഴും സന്തോഷമായിരിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഡോക്ടറെ വിളിച്ചിരുന്നു, ബുക്കിന് കുറച്ച് പൈസ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സഹായിക്കലുണ്ട്. പണ്ടൊരിക്കൽ നമ്മൾ പോയപ്പോൾ ഡോക്ടറെ കണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാത്തിനും മൂപ്പരോട് പൈസ ചോദിച്ചപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച മൂപ്പരോട് ചോദിച്ച്, ഞങ്ങൾ വിവരം അറിയിക്കാൻ വേണ്ടി അറിയിച്ചതാണ്, പൈസ തന്നോളണമെന്നില്ല നിങ്ങളെന്ന് പറഞ്ഞു. അതല്ല, എനിക്കും എല്ലാം കൂലി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ തന്നെ അങ്ങനെ അറിയിക്കാതെ നിൽക്കുന്നത്. അയാളൊരു കുറച്ച് പൈസ ഒന്നും ചോദിക്കും. അപ്പോൾ ആൾക്കാർക്ക് ഇത് തന്നോലെടുത്ത് തന്നെ പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമായി കയറും. അപ്പോൾ നമ്മൾ അവരെ നിരന്തരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. ഇനി പൈസ കിട്ടിയില്ലെങ്കിലും അവർ പോയി കാണേണ്ടതുണ്ട്. ഇങ്ങനെ ഈ ഒരു മെസ്സേജ് നിരന്തരമായിട്ട് നമ്മൾ എത്തിച്ചു കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ബിസ്മിയെ നിലനിർത്താനാവുകയുള്ളൂ. എല്ലാ ദിവസവും ഡയാലിസിസ് സെൻറ്ററിൽ കയറുന്ന ഒരാളാണ് ഞാനത് കരുതി കൂട്ടി കയറണമാണ്. ഒന്ന് ചോദിക്കും, ഓലെടുത്ത് തുറന്ന് ചോദിക്കും. പടച്ചവൻ്റെ ഒരു തോഫീക്ക് ഉണ്ടായിട്ട് അതിൽ കയറാനുള്ള അവസരം കിട്ടിയെന്നുള്ളത്, അതിൽ ഉണ്ടാകാത്ത കെട്ടിയെന്ന് പ്രാർത്ഥിക്കലുമാണത്. എന്നുവെച്ചാൽ അത് ഭയങ്കരമായ പ്രയാസം, നിരന്തരമായിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും പോലും ഇങ്ങനെ കണ്ണുക്ക് നോക്കുന്നു. 4 മണിക്കൂർ ശ്വാസം പിടിച്ച് ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയെങ്കിലെന്ന് അതിൻ്റെ ഇടയ്ക്ക് പൾസ് നോക്കും, BP നോക്കണം, ഹാർട്ടിൻ്റെ ഇടിപ്പ് നോക്കണം. ചിലപ്പോൾ പെട്ടെന്ന് പ്രഷർ കുറഞ്ഞു പോകും. അങ്ങനെ പ്രഷറാ കുറഞ്ഞു പോകും, ഒരു പോയി എന്നാണ് പോലെയാണ് വിചാരിച്ചത്. ഇതിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിച്ചിട്ടുണ്ടല്ലോ. എല്ലാവരും ഇതിൽ നിന്നൊക്കെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഭയങ്കര പ്രയാസമുള്ളതാണ് കിഡ്നി രോഗികളെ കാര്യം, ഭയങ്കര പ്രയാസം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മളൊന്ന് സ്വരൂപിച്ച് ആരുടെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ പടച്ചതമ്പുരം ഒന്ന് അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തും. രണ്ടാമത് അതിന് വലിയ പ്രതിഫലം. നമുക്കൊരുപാട് കിഡ്നി രോഗികളുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മളൊക്കെ കുട്ടികൾക്കൊക്കെ ബുക്കിനെ കുറിച്ച് ആലോചിക്കുകയും ചിലവരൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. ബിസ്മിൽ വരുന്ന മുഴുവൻ ആൾക്കാർക്കും ബഷീറൊക്കെ പറഞ്ഞിട്ട് അബ്ദുറഹ്മാൻ ബുക്ക് കൊടുക്കും. ഞാൻ വെറുതെ ഇടയ്ക്കൊന്ന് അവിടെ പോയി കയറി വെക്കിന്.
ഇടയ്ക്കൊന്ന് പോയി നോക്കുമ്പോൾ ആ കുട്ടികളൊക്കെ അങ്ങനെ തുള്ളിച്ചാടുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഓൽക്കൊക്കെ ഈ മെയ് ലാസ്റ്റ് ആകുമ്പോഴത്തേനും ഓല നോട്ട്ബുക്കുകൾ കയ്യിലായി. വലിയ സന്തോഷമാണല്ലോ. അപ്പം ഈ ഒരു പണി നമുക്കിങ്ങനെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞമായി ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്. ഞാൻ അതിൻ്റെ അടുത്ത് ഒലിയത്തായി കുറച്ച് കഴിഞ്ഞാൽ പെരുന്നാൾക്ക് പിന്നെ അരിയും വേണമല്ലോ, നെയ്ച്ചോറിൻ്റെ അരിയും വേണ്ടി വരും. അപ്പോൾ ഒരുപാട് അവസരങ്ങൾ ഈ പട്ടിണിക്കാർക്ക് വേണ്ടിയിട്ട്, ഈ ബുക്കില്ലാത്തവർക്ക് വേണ്ടിയിട്ട്, ടോയ്ലറ്റ് ഇല്ലാത്തവർക്ക്. ഇഷ്റാഖ് കഴിഞ്ഞ ആഴ്ച ഇപ്പോഴും ടോയ്ലറ്റ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ബിസ്മിൽ വിരലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരാൾക്ക് അയാൾക്ക് വർത്താനം കിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുക ഇല്ലേ, അങ്ങനെയല്ല അയാൾ പറഞ്ഞത്. അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ പലതും ഈ യാത്രയിൽ പഠിക്കേണ്ട ഒരുപാട് സംഗതികളാണ്. ഇപ്പോഴും ടോയ്ലറ്റ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ബിസ്മിൽ വരലുണ്ടാവുമല്ലോ. അടുക്കള ഇല്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്. അപ്പം എൻ്റെതാണ്, നമ്മളതും കൂടിയാണ്, ഞാൻ ഉൾപ്പെടുന്നതാണ് ഈ കുടുംബം എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി ആ കുടുംബത്തെ വളർത്തേണ്ടതും വലുതാക്കേണ്ടതും നമ്മളെ സംഗതികളാണ്. നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതാണല്ലോ ആത്യന്തികമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട സംഗതികൾ. ഒരു കോൺട്രിബ്യൂഷൻ എൻ്റെ വക ഇവിടെ ഇട്ട് കൊടുത്താൽ, ഒരു ഐഡിയ ഇട്ട് കൊടുത്താൽ അതിനെക്കുറിച്ച് അത് കത്തിപ്പടർന്ന് വലുതായി അതിൻ്റെ ഒരു ചില്ലകളും കൊമ്പുകളുമായിട്ട് ലോകത്ത് പടർന്നു പോയാൽ അതിൽ നിന്നൊക്കെ കിട്ടുന്നൊരു മാമ്പഴവും ഒരു കിട്ടുന്നതും എൻ്റെ നാളെ പരലോകത്തേക്ക് വലിയ മുതൽക്കൂട്ടാവുമെന്ന് അറിയുമ്പോൾ നമുക്ക് ചെലവഴിക്കുന്ന സമയങ്ങളും ചെലവഴിക്കുന്ന ആരോഗ്യവും എന്തെങ്കിലും പൈസ വലിയ മുതൽക്കൂട്ടായിട്ട് പടച്ചതമ്പുരാൻ വളർത്തി വലുതാക്കി നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ വരുമ്പോൾ ഇതൊക്കെ ഈ ചെയ്തതാണെന്ന് കാണിച്ചു തരുന്നുള്ളതാണല്ലോ ഖുർആൻ്റെ പ്രഖ്യാപനം. അതാണല്ലോ ഖുർആൻ്റെ പ്രഖ്യാപനം. അതാണ് നേരത്തെ അത് കഴിഞ്ഞിട്ടുള്ള ഹക്ക് പറഞ്ഞ അല്ലേ, ഈ കിതാബിലുള്ള ഹക്ക് പറയുന്നുണ്ടല്ലോ, ഇത് നമുക്ക് പഠിച്ചാൽ കാണിച്ചു തരും. അപ്പം നമ്മൾ ആത്യന്തികമായി അള്ളാഹിൻ്റെയും റസൂലിൻ്റെയും ഖുർആനിൻ്റെയും ആളുകളായി മാറുക എന്നുള്ളതാണ് നമ്മൾ കൃത്യമായ കാഴ്ചപ്പാടോട് കൂടിയുള്ള അള്ളാഹ് മാത്രം അർപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു നേതൃത്വവും അതനുസരിക്കുന്ന ഒരു അനുയായി ബന്ധം ഉണ്ടെങ്കിലേ ഏതൊരു പ്രസ്ഥാനവും മുന്നോട്ട് കൊള്ളുക. അത് ഈ ലോകത്തായാലും പരലോകത്തേക്കായാലും അതങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ആ അർത്ഥത്തിൽ ബിസ്മിയെ കാണാനും ബിസ്മിയെ മനസ്സിലാക്കാനും ബിസ്മിയിൽ പ്രവർത്തിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ നിസ്സഹായരും നിസ്സാരന്മാരും പാപികളും ദോഷികളുമാണ്. ഒരുപാട് അറിവില്ലാത്തവരും കഴിവില്ലാത്തവരും ഒഫലത്തിൻ്റെ ആൾക്കാരുമാണ് തമ്പുരാൻ. നാഥ, നീ അത്യുദാരനാണല്ലോ തമ്പുരാൻ. നാഥ, നീ ഞങ്ങളുടെ കഴിവുകേടും അറിയുന്നവനാണല്ലോ നാഥ. നാഥ, ഞങ്ങളുടെ പരമാവധി കഴിവുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനും അത് ബിസ്മിയിലൂടെ ചെലവഴിക്കാനും അള്ളാഹുവിനെ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാൻ.